പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ പോയി കണ്ട സിനിമയാണ് സുഭാഷ് രാജിന്റെ ബ്ലാസ്റ്റ്. ആക്ച്വലി മോളിവുഡ് ടൈംസ് എല്ലാം കണ്ടിട്ട് വല്ലാണ്ട് ഡാർക്ക് അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയത്താണ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയില്ല, സീറോ എക്സ്പെക്ടേഷനിൽ പോയി കണ്ട സിനിമയാണ്. അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ഷൻ ആണ് ഇതിന്റെ മെയിൻ കോർ എന്ന് പറയുന്നത്. അർജുൻ സർജ, അഭിരാമി, പ്രീതി മുകുന്ദൻ മൂന്നാൾക്കാരും നല്ല കിടിലായി തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയൊരു പ്ലോട്ടിൽ ഒരു ഫാമിലി സബ്ജക്റ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്റ്റോറി, അത്യാവശ്യം നല്ല വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ആണ് ഇതിന്റെ മെയിൻ ത്രെഡ് എന്ന് പറയുന്നത്. ആക്ഷൻ പെർഫോം ചെയ്തിട്ടുള്ളതും അത് കോറിയോഗ്രാഫി ചെയ്തിട്ടുള്ളതും അടിപൊളിയായിരുന്നു. കാരണം ഈ പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം പ്രിഡിക്റ്റബിൾ ആണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇല്ലേ, നമുക്ക് ഒട്ടും ബോറടിക്കില്ല, എവിടെ അങ്ങനെ ഒരു ലാഗ് തോന്നില്ല. ഇതിൽ ഈ മൂന്ന് കഥാപാത്രങ്ങളെക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇവരുടെ ഒരു ഇളയപ്പനുണ്ട്, ഈ പ്രീതി മുകുന്ദന്റെ. ആ കഥാപാത്രത്തിന്റെ ഇൻട്രോ, അയാളുടെ ഒരു എലവേഷൻ സീനുകളൊക്കെ അടിപൊളിയായിരുന്നു. സിനിമ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. സിനിമ പ്രാന്തന്മാരായിട്ടുള്ള എല്ലാ ആൾക്കാരും ഫസ്റ്റ് വീക്കിൽ തന്നെ കണ്ടിട്ടുണ്ടാകും. എനിക്ക് ഫസ്റ്റ് വീക്കിൽ ഈ പടം കാണാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ നൈസ് പടം കേട്ടോ. കണ്ടിട്ട് നമുക്ക് അങ്ങനെ വെറുതെ കണ്ടു എന്നൊന്നും തോന്നൂല, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആകും. എന്ന് പറയുമ്പോഴത്തേക്ക് ഇതങ്ങനെ വലിയ മാരകമായിട്ടുള്ള പടമൊന്നുമല്ല. കാരണം ഈ പടത്തിലെ വില്ലന്മാരെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വലിയ പേടിയൊന്നും തോന്നൂല. ജോൺ കൊക്കനാണ് മെയിൻ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ ഓൾറെഡി നമുക്ക് അറിയുന്ന ആക്ടർ തന്നെയാണ്. പണ്ടത്തെ സുരേഷ് ഗോപിയുടെ ഒരു പടമില്ല, IG, അതിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ചില സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ പിന്നീട് അങ്ങനെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഇയാളെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വല്ലാണ്ട് മോശമാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ആ ഒരു നമുക്കൊരു ഭയാനകത്വമൊന്നും തോന്നില്ല. പണ്ടത്തെ ഈ സിനിമയില് ബാബു ആന്റണി എല്ലാം കാണുമ്പോഴത്തേക്ക് നമുക്കൊന്നും ഒരു പേടിയിട്ടില്ല, അമ്മ അതിലൊന്നും തോന്നില്ല. പക്ഷെ ആക്ച്വലി ആയിട്ട് ഫിസിക്കലും നല്ല അടിപൊളി സെറ്റ് ചങ്ങായിയാണ്, തടിയും മസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് വളരെ കൂളായിട്ടാണ്. ഇനി എന്റെ കുഴപ്പം കൊണ്ടാണോ എന്നറിയില്ല, നമുക്കങ്ങനെ പേടിയായിട്ടൊന്നും തോന്നൂല. ഇനി കൊക്കനല്ലാതെ വേറെ 2-3 വില്ലന്മാർ കൂടി, മെയിൻ വില്ലന്മാർ കൂടി ഉണ്ട് കേട്ടോ. അവരെ കാണുമ്പോഴും അങ്ങനെ പറയത്തൊക്കെ പേടിയൊന്നും തോന്നില്ല. പക്ഷെ ഇവരെല്ലാവരും ആക്ഷൻ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇവരെ കലക്ക് ഞെട്ടിച്ചത് 2 ഫീമെയിൽ ലീഡാണ്, അതായത് അഭിരാമിയും പ്രീതി മുകുന്ദനുമാണ്. ആക്ഷൻ സിനിമയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ സ്ത്രീകൾ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യൻ സിനിമകളിൽ എപ്പോഴും ഭയങ്കര ലിമിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യും. പണ്ട് നമ്മളെ ഈ വാണി വിശ്വനാഥൊക്കെ മലയാളത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അത്രയും ഒരു പെർഫെക്ഷൻ, അതായത് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുമല്ലോ, ആണുങ്ങൾ ചെയ്യുന്നതുമായിട്ട് എപ്പോഴും ഒരു കമ്പാരിസൺ വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കണ്ടു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് വരും. കാരണം നമ്മൾ കാണുന്നതെല്ലാം ഒരേ വ്യൂ പോയിന്റിൽ തന്നെയാണല്ലോ. പക്ഷെ ഈ പടത്തിലെ പ്രീതിയും അഭിരാമിയും ചെയ്തിട്ടുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, അത് ഏകദേശം ഈ ആണുങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതിന് ഈക്വലന്റ് ആയിട്ട് തന്നെ നമുക്ക് തോന്നും. കാരണം എവിടെയും അങ്ങനെ ഈ ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാര് ഈ കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നതായിട്ടൊക്കെ എവിടെയും തോന്നൂല. നല്ല കട്ടൊക്കെ തന്നെ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കരാട്ടെ എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്സിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതിന്റെ കോറിയോ മൊത്തം ചെയ്തിട്ടുള്ളത്. അല്ലാതെ കരാട്ടയുടെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് സിനിമയുടെ ഫൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിൽ പല ടൈപ്പ് ഫൈറ്റും കാര്യങ്ങളൊക്കെ കയറി വരുമല്ലോ. ഈ വള്ളി കെട്ടി വലിക്കലും പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ, റോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ കരാട്ടെ എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്സ് ആണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. ആ ഒരു ബേസ് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാക്സിമം ഒരു നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അഭിരാമി അത്രയും ഏജ്ഡ് ആയിട്ട് ഒരു ആക്ട്രസ് ആയിട്ട് പോലും നല്ല രീതിയിൽ ഒരു പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ സർജ ഓൾറെഡി അതേ ഒരു വലിയ ആക്ഷൻ ഹീറോ ആയിരുന്നു ഒരു സമയത്ത്. കുട്ടികളായിരുന്ന സമയത്ത് ഈ എഴുമലൈ, അതുപോലെ തന്നെ പ്രതാപ് എന്നുള്ള പറഞ്ഞിട്ട് പഴയ ചില സിനിമകളൊക്കെ, ജെന്റിൽമാൻ മുതൽ നമ്മൾ പണ്ട് ഒരുപാട് എൻജോയ് ചെയ്ത സിനിമയാണ്. പിന്നെ അതൊന്നും അല്ലാതെ ഈ തമിഴും കന്നഡത്തിലെല്ലാം ഇയാളുടെ അത്യാവശ്യം നല്ല അടിപ്പടങ്ങളുണ്ട്. ഒരു സമയത്ത് നല്ല ഹെവി ആയിരുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് സ്ക്രീൻ പ്രസൻസ്, ആ ഒരു ചാം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫെയ്ഡ് ആയി പോയിട്ടൊന്നുമില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടർ കൂടിയാണ് അർജുൻ സർജ. 3 ആർട്ടിസ്റ്റുകളുടെ കോമ്പിനേഷൻ, അവരുടെ ആയിട്ടുള്ള ചില പരിപാടികള്, പിന്നെ ഈ ആക്ഷൻസ് ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോകളൊക്കെ നല്ല രസമാണ്. പ്രത്യേകിച്ച് ആ മെഡിക്കൽ സ്റ്റോറിലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു, രസമാണ്. പിന്നെ ഇതിൽ പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചങ്ങായിയുണ്ട്, അയാളുടെ അഭിനയം അത്യാവശ്യം നന്നായിരുന്നു കേട്ടോ. സാധാരണ തമിഴ് പടങ്ങളിലെ പോലീസുകാരെല്ലാം വല്ലാണ്ട് ഓവറാക്കി അഭിനയിച്ച് കോളോ ആക്കി തരും. അത് ഈ പടത്തിൽ അങ്ങനെയൊന്നുമില്ല, നല്ല കറക്റ്റ് മീറ്റർ പിടിച്ച് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു മലയാള സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, വല്ലാണ്ട് ഓവറാക്കി കോളോ ആക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇതിൽ വയസ്സായ ഒരു അമ്മച്ചി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അമ്മച്ചി ഫൈറ്റ് ചെയ്തൊന്നുമല്ല, പ്രീതി മുകുന്ദന്റെ ഫൈറ്റ് ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ ഈ പ്രീതി മുകുന്ദനെ ഒരാൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതും പിന്നീട് ഉണ്ടാകുന്ന അടിയൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു തിയേറ്ററിൽ കണ്ടിരിക്കാനായിട്ട്, അവർ എലവേഷൻ സീനും കാര്യങ്ങളൊക്കെ. സോ മൊത്തത്തിൽ ആക്ഷൻ ആണ് ഈ പടത്തിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഫാമിലി ആയി കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫാമിലി ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന പടമാണ്. തിയേറ്ററിൽ ഞാൻ സെക്കൻഡ് വീക്കിലാണ് ഈ പടം കാണുന്നത്. മാർച്ച് ഫാമിലി ഓഡിയൻസ് ആയിരുന്നു, സ്ത്രീകള്, കുട്ടികള്, ഫാമിലി ആയിട്ട് വന്നിരുന്ന എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത പടമാണ്. ഇത് കണ്ടതിന് ശേഷമാണ് ഈ മോളിവുഡ് ടൈംസ് കണ്ടതിന്റെ ആ ഒരു ഹാങ് ഓവർ എന്ന് മാറി കിട്ടിയത്. ശരിക്കും ഒന്ന് റിലാക്സ്ഡ് ആയി. കിടിലൻ പടം. OTT വന്നതിന് ശേഷം ആൾക്കാർ വല്ലാണ്ട് ഇത് പുകഴ്ത്തുമായിരിക്കും, പക്ഷെ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാലില്ലേ ഓർത്ത് വെച്ചാണ് കിടിലം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചത് ഇങ്ങനെ ആയിരിക്കുമെന്ന്. ബൈ.
രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി വിട്ടുപോയി. ഒന്നിന്റെ മ്യൂസിക് ആണ്, രവി ബാസ്രോടാണ് ചെയ്തിട്ടുള്ളത്. ആ കാട്ടാളന്റെ ക്ഷീണം ഉണ്ടല്ലോ ഇപ്പൊ തീർന്നു കിട്ടി, നല്ല രീതിയിൽ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്, കിടിലമായിരുന്നു. പിന്നെ മറ്റൊന്ന്, ഈ പടത്തില് നമ്മൾ ഈ അടുത്ത കാലത്ത് കാണുന്ന ആക്ഷൻ സിനിമകളിൽ പോലെ അനാവശ്യമായിട്ടുള്ള ഈ ക്യാമിയോ റോളിനെ ഒന്നും വലിച്ചു കൊണ്ടുവരാതെ ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട്, അതായത് നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കാണുന്ന ആർട്ടിസ്റ്റുകളെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ടില്ലേ, നമുക്ക് ആ ഒരു ഗൂസ് ബമ്പും ആ ഒരു ഹൈ ഒക്കെ തരാനായിട്ട് ഡയറക്ടർക്ക് ആയിട്ടുണ്ട്. അത് വലിയൊരു കഴിവാണ് കേട്ടോ. ലോകേഷ് കനകരാജിന് പോലും ഇല്ലാത്തൊരു സാധനമാണെന്ന് പറയേണ്ടി വരും. കാരണം അനാവശ്യമായിട്ട് ഈ ഓരോ വലിയ ആൾക്കാരെല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കുള്ള ആൾക്കാർ മതി. ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരെ കിട്ടിയാൽ തന്നെ നമുക്ക് പരമാവധി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പ്രൂവ് ചെയ്തൊരു പടം കൂടിയാണ് ബ്ലാസ്റ്റ്.